Hi friends, welcome back to my channel Easy English Grammar. In this class we are going to discuss the numbers in nouns, that is singular and plural. ഏകവചനം ബഹുവചനം എന്ന് പറയും. ഏകവചനം ബഹുവചനം, singular and plural. In numbers, nouns are classified into two classes. They are countable nouns and uncountable nouns. Countable nouns are also known as count nouns, and uncountable nouns are also known as uncount nouns or mass nouns. Here, countable nouns, as you know, are nouns that are used in plurals, singular and plural. ഏകവചനം ബഹുവചനം എന്നുള്ള നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നാമങ്ങൾക്കാണ് നമ്മൾ countable nouns or count nouns എന്ന് പറയുന്നത്. It can be used as singular and plural. Boy, boys. Boy, boys. Boy എന്നതിൻ്റെ പ്ലൂറലാണ് boys. Pen, pens. Pen, pens. Girl, girls. Girl, girls. Leaf, leaves. Man, men. Woman, women. These are numbers, singular and plural. ഏകവചനമായിട്ടും ബഹുവചനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന നാമങ്ങൾക്കാണ് നമ്മൾ സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്ന് പറയുന്നത്. There are another kinds of nouns, that is uncountable nouns or uncount nouns. They are also known as mass nouns because these nouns are not used in plurals. They are always singular. അതെപ്പോഴും സിംഗുലർ ആയിരിക്കും, മാസ് noun ആണ്. അപ്പോൾ വാട്ടർ, എല്ലാ തരത്തിലുള്ള ലിക്വിഡ്, all kinds of liquids are used as or considered as mass nouns. Water, oil, these are mass nouns or uncountable nouns. വാട്ടർ എന്നുള്ള വാട്ടേഴ്സ് എന്ന് പറയില്ല, വെള്ളങ്ങൾ എന്ന് നമ്മൾ പറയാറില്ല, വാട്ടർ വാട്ടേഴ്സ് എന്ന് പറയാറില്ല. അതുപോലെ ക്യാഷ്, മണി, ക്യാഷ് മണി. ഇപ്പോൾ കൗണ്ട് എന്നതിന് വാക്കിൻ്റെ അർത്ഥം വരുന്നത് എണ്ണുക എന്നുള്ളതാണ്, കൗണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും അധികം എണ്ണുന്നത് ക്യാഷ് അല്ലെങ്കിൽ മണി. അപ്പോൾ ഈ ക്യാഷ് മണി എന്നുള്ളത് കൗണ്ടബിൾ നൗൺസ് അല്ല, they are uncount nouns. Cashes എന്നോ മണീസ് എന്നോ പറയില്ല. They are not used in plurals. ഒരിക്കലും അത് പ്ലൂറലായിട്ട് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അതെപ്പോഴും അൺകൗണ്ടബിൾ ആയിരിക്കും. എല്ലാ ലിക്വിഡ്സും അതുപോലെ ക്യാഷ്, ഇൻഫർമേഷൻ എത്ര ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ഇൻഫർമേഷൻസ് എന്ന് പറയാറില്ല. അതുപോലെ ന്യൂസസ് എന്ന് പറയാറില്ല. മലയാളത്തിൽ നമ്മൾ വാർത്തകൾ, ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് എന്ന് പറയും, വാർത്തകൾ നമുക്ക് കാണാം. പക്ഷേ ഇൻ ഇംഗ്ലീഷ് വി ഡു നോട്ട് യൂസ് ന്യൂസ് ആസ് പ്ലൂറൽ. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരിക്കലും ന്യൂസ് എന്നുള്ളത് പ്ലൂറലായിട്ട് ഉപയോഗിക്കാറില്ല. കാരണം ന്യൂസ് ഈസ് ഓൾവേസ് സിംഗുലർ. ഇറ്റ് ഈസ് കൺസിഡർ ആസ് an uncountable noun in ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ ന്യൂസ് എന്നുള്ളത് നമ്മൾ പ്ലൂറലായിട്ട് ഉപയോഗിക്കില്ല. കോമൺലി വി make plural forms by the addition of s or es to the singular noun form. Here, bird, birds. Bird, singular, plural is birds. Bird, birds. Book, books. Key, keys. Cup, cups. Here we have the addition of s only. Bird, birds. Cup, cups. Key, keys. Book, books. Bush, bushes. And box, boxes. Here we have the addition of es. Bush, bushes. Box, boxes. Here we have the addition of es. But this is a common way of making plural. But apart from these, we have other forms of plurals too. അപ്പോൾ സാധാരണ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് നമ്മൾ പ്ലൂറൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് ഉള്ള പ്ലൂറൽ മാത്രമല്ല ഉള്ളത്, മറ്റ് പ്ലൂറൽസും ഇംഗ്ലീഷിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള പ്ലൂറൽ nouns എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. Let's examine how plurals are made apart from the addition of s or es. There are certain nouns that ends in y. അപ്പോൾ വൈയിൽ അവസാനിക്കുന്ന ഒരുപാട് വേർഡുകൾ നമുക്ക് ഇംഗ്ലീഷിൽ കാണാം. അപ്പോൾ അത്തരം വേർഡുകളിൽ എങ്ങനെയാണ് പ്ലൂറൽ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. പ്ലേ എന്നത് PLAY, പ്ലേ. പ്ലേ ends in y. വൈയിലാണ് അവസാനിക്കുന്നത്. പക്ഷെ അതിന് തൊട്ടു മുമ്പുള്ള അക്ഷരം അത് വവൽ ആണെങ്കിൽ എസ് ചേർത്താൽ മതി. അപ്പോൾ പ്ലേ, പ്ലേസ്. പ്ലേ, പ്ലേസ്. പ്ലേ എന്ന നൗണിൻ്റെ പ്ലൂറൽ ഫോമാണ് പ്ലേസ്. അപ്പോൾ അത് വൈയിൽ അവസാനിക്കുന്നു. പക്ഷേ വൈയുടെ തൊട്ടു മുമ്പുള്ള അക്ഷരം
ഒരു വവലാണ്. ആ വവൽ ലെറ്റർ വന്നാൽ നമ്മൾ ജസ്റ്റ് എസ് ചേർക്കുക. ഇനി അതിൻ്റെ മുമ്പത്തെ അക്ഷരം വൈയുടെ മുമ്പത്തെ അക്ഷരം കൺസണൻ്റ് ആണെങ്കിൽ വി മസ്റ്റ് ഡ്രോപ്പ് ദാറ്റ് വൈ ആൻഡ് പുട്ട് എ ഐ ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് ഇൻ ദാറ്റ് പ്ലേസ് ആൻഡ് ആഡ് es2. അപ്പോൾ ഒരു വേർഡ് വൈയിൽ അവസാനിക്കുകയും ആ വൈയുടെ തൊട്ട് മുമ്പുള്ള അക്ഷരം കൺസണൻ്റ് ആണെങ്കിൽ വി മസ്റ്റ് ഡ്രോപ്പ് ദിസ് വൈ, ആ വൈ അവിടെ നിന്ന് നമ്മൾ ഒഴിവാക്കും. അപ്പോൾ ബേബി, ബേബീസ്, ബേബി വൈയിൽ അവസാനിക്കുന്നു, ആ തൊട്ടുമുമ്പുള്ള അക്ഷരം കൺസണൻ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ആ വൈ ഡ്രോപ്പ് ചെയ്യുന്നു, ആ സ്ഥാനത്ത് ഐ ചേർക്കുന്നു. അപ്പോൾ ബേബി പിന്നെ es ചേർക്കുന്നു. ബേബി, ബേബീസ്. ഹോബി, ഹോബീസ്. കൺട്രി, കൺട്രീസ്. കൺട്രി, കൺട്രി. അപ്പോൾ വൈയുടെ മുമ്പ് ആർ, ഇവിടെ ഹോബിയിൽ വൈയുടെ മുമ്പ് ബി. ഫ്ലൈ, ഫ്ലൈസ്. ഫ്ലൈ, ഫ്ലൈസ്. ഫ്ലൈ ഈച്ച എന്ന അർത്ഥത്തിലാണ്, നൗണാണ്. ഫ്ലൈ, ഫ്ലൈസ്. ഫ്ലൈ വൈയിൽ അവസാനിക്കുന്നു, തൊട്ട് മുമ്പുള്ള അക്ഷരം എല്ലാണ്, കൺസണൻ്റ് ആണ്. അപ്പോൾ അത് ഫ്ലൈ എന്നുള്ളത് ഫ്ലൈസ് എന്നായി മാറുന്നു. Now let's look at the words ending in F or FE. എഫ് അല്ലെങ്കിൽ FEയിൽ അവസാനിക്കുന്ന നൗൺസുകളിൽ എങ്ങനെയാണ് പ്ലൂറൽ ഫോം ചെയ്യുന്നത് നോക്കാം. How plurals are formed in words or nouns ending in F or FE. Calf, half, leaf, wife, knife, wolf. അപ്പോൾ ഇവിടെ ഈ കാവ്സ്, കാഫ്, കാൽവ്സ്. എഫിൻ്റെ സ്ഥാനത്ത് F is dropped and V is placed instead of F. എഫിൻ്റെ സ്ഥാനത്ത് നമ്മൾ V ചേർക്കുന്നു, അതിന് ശേഷം E ചേർക്കുന്നു, es ചേർക്കുന്നു. അപ്പോൾ കാഫ്, കാവ്സ്. ഹാഫ്, ഹാവ്സ്. വൈഫ്, വൈഫ്സ്. ലീഫ്, ലീവ്സ്. നൈഫ്, നൈവ്സ്. വുൾഫ്, വൂൾഫ്സ്. ഷീഫ്, ഷീവ്സ്. These are the method of making plural in nouns ending in F or FE. But there are certain exceptions. These are the exceptional cases in this group. And nouns ending in F or FE. Cliff, cliffs. Cliff, cliffs എന്നല്ല പറയുന്നത്. Cliff, cliffs. അതുപോലെ chief, chiefs. Chief, chiefs. Safe, safes. Handkerchief, handkerchiefs. Handkerchiefs എന്ന് പറയില്ല, handkerchiefs. These are the exceptional cases. അപ്പോൾ അതിലെ F or FEയിൽ അവസാനിക്കുന്ന നൗൺസിൻ്റെ എക്സെപ്ഷണൽ കേസുകളാണ് ക്ലിഫ്, ക്ലിഫ്സ്, ചീഫ്, ചീഫ്സ്, സേഫ്, സേഫ്സ്, ഹാങ്കർ ചീഫ്, ഹാങ്കർ ചീഫ്സ്. സം നൗൺസ് ഫോം ദെയർ പ്ലൂറൽസ് ബൈ വവൽ ചേഞ്ച്. ചില നാമങ്ങൾ അവരുടെ പ്ലൂറൽ ഫോം ചെയ്യുന്നത് വവൽ ചേഞ്ചിലൂടെയാണ്. അപ്പോൾ ഹിയർ വി ക്യാൻ സി മാൻ, മെൻ. മാൻ, എ become E in men. Man, men. Woman, woman becomes women. WOMEN. This pronounced as women, not women, but it is women. Woman, women. Foot, feet. Foot, feet. Goose, geese. Goose, the plural form is geese. And tooth, teeth. The plural form of tooth is teeth. Here we have the change of vowel sounds. Tooth. Mouse, mice. Mouse means chundali. Louse, lice. Lice is the plural of louse. The meaning of this word is pen and pen. Louse, plural form is lice. Here we have certain vowel changes only. In this plural, in these forms, we have only the change in vowels. Vowelsile മാറ്റമാണ് ഇവിടെ plural create ചെയ്യുന്നത്. Man becomes men, woman becomes women, tooth becomes teeth, foot becomes feet, goose becomes geese, mouse becomes mice, louse become lice. Here we have only certain vowel changes. അപ്പോൾ നമുക്ക് അവിടെ vowel change ചെയ്താണ് plural form ചെയ്യുന്നത്. Dear learners, let's wind up here for time being. Please subscribe, comment and share my channel. Thank you very much.